ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീസ് യൂട്യൂബ് ആൻഡ് ബുക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് DAP എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വളത്തെക്കുറിച്ചും അതിന് നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, ഏതൊക്കെ രീതിക്കാണ് യൂസ് ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. DAP എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതൊരു രാസവളമാണ്. എന്നാൽ ഇത് കൃഷിക്കും അതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കും കൃഷിയിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമെന്നോ. അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ DAP നോക്കുവാണെങ്കിൽ രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് വേഗം നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതും, ഒന്ന് കുറേ സമയമെടുത്ത് എന്നാൽ പാതി മുക്കാലും അലിഞ്ഞു പോകുന്ന ഒരെണ്ണം. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ യൂസ് ചെയ്യുന്നതാണ് വെള്ളത്തിൽ അധികം അലിഞ്ഞു പോകാണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഗാർഡനിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു പോകുന്നത് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നാൽ ഇതിൻ്റെ NPK റേഷ്യോ നോക്കുവാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസുമാണ് ഇതിൽ വളരെ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഫോസ്ഫറസ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഗാർഡനിലും അതുപോലെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും യൂസ് ചെയ്യുന്നത്. ഫോസ്ഫറസ് അധികമുണ്ടെങ്കിൽ ചെടികൾ പൂക്കാനും കായിടാനും അതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. എന്നാൽ ഇത് അധികം കൊടുക്കുന്നത് കാരണം നമ്മുടെ പ്ലാന്റ്സിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അധികം യൂസ് ചെയ്താൽ, അതായത് മാസത്തിൽ 2-3 വട്ടമൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് വേഗം തന്നെ നശിച്ചു പോകും. അതുപോലെ അതിലുണ്ടാകുന്ന ഫലങ്ങൾക്കും ചില സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൽ അമോണിയം വിഘടിച്ചാണ് നൈട്രജനായിട്ട് മാറുന്നത്. എന്നാൽ ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ ഒഴിയാത്ത ഒരു സാധനമാണ് ഈ കടുക്. ഈ കടുകിൽ ധാരാളം നല്ല ന്യൂട്രിയൻസ്, നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം കാൽഷ്യം, അയൺ, മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക് അങ്ങനെ ഒട്ടേറെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് അല്പം കൂടുതൽ കൊടുത്താലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയല്ല കൊടുക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ബുദ്ധിമുട്ടാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ മസ്റ്റാർഡ് കേക്ക് ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ള ഒരു ഓയിലുണ്ടല്ലോ അത് പുറത്ത് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഓയിൽ കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മിക്സിയിൽ പൾസ് ചെയ്ത് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് കിട്ടും കേട്ടോ. ചെറിയൊരു ഫൈനല്ല, ചെറിയൊരു ക്രഷ് ചെയ്ത ആ ഒരു മെത്തേഡിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഇത് ആവശ്യം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് തന്നെ ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കേക്ക്, അതായത് മസ്റ്റാർഡ് കേക്ക് വാങ്ങുവാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 50 ഗ്രാമിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോയാബീനാണ്. സോയാബീനിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ബോൺ മീൽ ഉണ്ടല്ലോ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ധാരാളം കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുഡിനും നമുക്ക് എടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് അത്രയ്ക്ക് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്ലാന്റ്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഇടാവേ. അതാകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് അതിലെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായി തോന്നുന്നത് അത് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിനി ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. അതിനായിട്ട് ഞാൻ 1 ലിറ്ററിൻ്റെ ഇതുപോലത്തെ ഒരു കിലോഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 ഗ്രാം ആണെങ്കിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം എന്ന രീതിക്ക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കടുക് പൊടിച്ചെടുത്തത് ഒരു 50 ഗ്രാം അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ലിറ്റർ വെള്ളം എന്ന അളവിനെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സോയാബീൻസ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇവിടെ ഇടയ്ക്ക് നല്ല മഴയുള്ളത് കാരണം എനിക്ക് വെയിലത്ത് വെച്ച് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറേ ന്യൂട്രിയൻസൊക്കെ നഷ്ടമാകുന്നത് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം.
കൊടുക്കാതെ അന്നേരം നമ്മുടെ കടുക് താഴെയും നമ്മുടെ സോയാബീനും മേളിലും നിവർന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഒരാഴ്ച മുതൽ 10 ദിവസം വരെയാണ് ഇത് ശരിയായിട്ടുള്ള ആ ഒരു DAPയുടെ ഗുണമുള്ള വളമായിട്ട് കിട്ടാൻ സമയമെടുക്കുന്നത്. അത്രയും ദിവസം നമുക്കിതിനൊന്ന് മാറ്റി വച്ചേക്കണം കേട്ടോ. ഞാനിതിൽ ഒരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. അപ്പോൾ അത്രയും സ്മെല്ലുള്ളത് കാരണമാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 9 ദിവസം ആയിട്ടുണ്ട്. 7 മുതൽ 10 ദിവസം ഇത്രയും ദിവസം വച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ 9 ദിവസം ആയപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടോ നമ്മുടെ കടുകും അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നമ്മുടെ സോയാബീനും നിൽപ്പുണ്ട്. സോയാബീൻ ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഫെർട്ടിലൈസർ ഒരു ഇങ്ങനെ ഇളം മഞ്ഞ നിറത്തിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ കടുക് നന്നായിട്ട് അരഞ്ഞു പോവുകയാണെങ്കിൽ ആ കടുകിൻ്റെ ആ ഒരു ഓയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് നിവർന്ന് നിൽക്കും. അങ്ങനെ വരുവാണെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനേ. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഇതിന് ആദ്യം ഒഴിച്ച് കൊടുക്കുവാണേ. ഇതിപ്പോൾ 1 ലിറ്ററെങ്കിൽ അതിന് നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഏതൊരു പ്ലാന്റ്സിനായാലും യൂസ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ഗാർഡനിലും അതുപോലെ പച്ചക്കറി തോട്ടത്തിലൊക്കെ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൊത്ത് ഞാൻ എടുക്കുന്നില്ല. ഇത് കടുകാണ്. കടുകിൻ്റെ ആ ഒരു ഇത് ഞാൻ എടുക്കുന്നില്ല. നമ്മുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗലിൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നത് കാരണം ഞാനത് എടുക്കുന്നില്ല. ഇനി നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് അതിലോട്ടാക്കിയിട്ട് അതിനെ മാറ്റി കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിളായി തോന്നുന്നത് അത് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിനോടൊപ്പം ഇടുകയാണ്. ഇനി നമുക്ക് ഇതിന് ഞാനിപ്പോൾ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് വേണം ഇത് ഡൈലൂട്ട് ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഞാൻ വേറെ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് കഞ്ഞിവെള്ളം 3 ദിവസം കൊണ്ട് നമ്മുടെ പഴത്തൊലിയിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇതിൽ ധാരാളം പൊട്ടാഷ്യൻ്റെ അളവ് കൂടും. അപ്പോൾ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ പൂക്കാനും കായ്ക്കാനും നല്ല കായ്ഫലം കിട്ടാനും ഒക്കെ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അത് കാരണം ഞാൻ അതും കൂടി എടുക്കുവാണ്. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ അതിൻ്റെ നമ്മുടെ പഴത്തൊലിയുടെ ആ ഒരു ന്യൂട്രിയൻസ് കിട്ടിയിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ല കട്ടി കഞ്ഞിവെള്ളമായിട്ട് ഇരിപ്പുണ്ട്. ഇത് നല്ല പുളിച്ചതാണ്. അപ്പോൾ പുളിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഇങ്ങനെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ശർക്കര ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഞാൻ ഫെർട്ടിലൈസർ നമ്മുടെ കടുകും സോയാബീൻ്റെ ഫെർട്ടിലൈസർ ഹാഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ സെയിം ഹാഫ് അളവ് തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം പഴുത്തൊലി ഇട്ട് വെച്ചിട്ട് ഇത് എടുക്കുവാണ്. ഇനി ബാക്കി നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നമ്മുടെ ഏത് പ്ലാന്റ്സിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പകുതിയാണ് ഞാനതെടുത്ത് വെള്ളവും യൂസ് ചെയ്തിട്ടുള്ളത്. പൂക്കുന്ന ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. നല്ല രീതിയിൽ പൂവും മൊട്ടുകളും ഒക്കെ നിറയാനും അതുപോലെ നൈട്രജൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ലൊരു പച്ചപ്പ് കിട്ടാൻ ഹെൽപ്ഫുൾ ആവും. നല്ല രീതിയിൽ ഇലകൾ വന്ന് നിറയും, നല്ല പച്ചപ്പ് കിട്ടും, ചെടി കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം ചെറിയ സ്മെല്ലൊക്കെ വരുന്നത് കാരണം ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്തിട്ടില്ല. ഫുൾ ഔട്ട്ഡോർ പ്ലാന്റ്സിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ കെമിക്കലായിട്ടുള്ള DAP വാങ്ങിച്ച് നമ്മുടെ പ്ലാന്റ്സിനെ കൊല്ലുന്നതിന് പകരം നമുക്ക് തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഫെർട്ടിലൈസർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ.